ഇസ്രായേലിനെതിരായ ആക്രമണം ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള വർദ്ധിപ്പിക്കുമ്പോൾ ആരാക്രമിച്ചാലും അവരെ ദ്രോഹിക്കുമെന്ന നിലപാടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെത്. ഇതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ആക്രമണങ്ങൾ തടയാൻ ഇസ്രായേലി സൈന്യം ഞായറാഴ്ച പുലർച്ചെ ലബനനിൽ ആക്രമണം നടത്തി. ലബനൻ അതിർത്തിയിലും ഗൊലാൻ കുന്നുകളിലെയും കമ്മ്യൂണിറ്റികളിൽ IDFന്റെ നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ഈ അടിയന്തര സാഹചര്യത്തിൽ ലബനീസ് കെയർടേക്കർ PM നജീബ് മിക്കാറ്റി ബെയ്റൂട്ടിൽ മന്ത്രിമാരുമായി അടിയന്തര യോഗം ചേർന്നു. അതിർത്തിയിലുടനീളം യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചാണ് ഇസ്രായേൽ പ്രതിരോധം ശക്തമാക്കുന്നത്. ഏകദേശം 100 IAF യുദ്ധവിമാനങ്ങൾ തെക്കൻ ലബനനിൽ സ്ഥിതി ചെയ്യുന്നതും ഉൾച്ചേർത്തതുമായ ആയിരക്കണക്കിന് ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചർ ബാരലുകൾ അടിച്ചു തകർത്തുവെന്ന് ഇസ്രായേൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ന് രാവിലെ 6 മണി മുതൽ ഇസ്രായേലിൽ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അറിയിച്ചു. രാജ്യത്തെ ജനതയ്ക്ക് നേരെ വൻ തോതിലുള്ള ആക്രമണം ഉണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലബനന് നേർക്കുള്ള സൈനിക നടപടിയുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. കടുത്ത തിരിച്ചടിക്കായി ഇസ്രായേൽ തയ്യാറെടുക്കുമ്പോൾ ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേലി യുവതിയുടെ പ്രതികരണം ഇരുട്ടടിയാകുന്നു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് തനിക്ക് പരിക്കേറ്റതെന്നാണ് ഇസ്രായേലി യുവതി പ്രതികരിച്ചത്. ടോക്കിയോയിൽ വെച്ച് G7 പ്രതിനിധികളുമായി സംസാരിക്കവെയാണ് ഹമാസിന്റെ തടവിൽ നിന്നും മോചിക്കപ്പെട്ട നോവ അർഗമാനി അനുഭവം പങ്കുവച്ചത്. എന്നാൽ വിഷയം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് 2 ദിവസങ്ങൾക്കു ശേഷം ഇവർ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു. ഹമാസ് സൈനികർ തന്നെ മർദ്ദിച്ചെന്നും തല മുണ്ടനം ചെയ്തെന്നുമുള്ള വാർത്തകൾ തെറ്റാണെന്നും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ചുമർ തകർന്നു വീണ് തനിക്ക് പരിക്കേറ്റതെന്നും നോവ അറിയിച്ചു. ജൂണിൽ നുസൈറത്തിലെ അഭയാർത്ഥി ക്യാമ്പിന് സമീപത്ത് നിന്നാണ് ഇസ്രായേൽ സൈന്യം നോവയെ മോചിപ്പിച്ചത്. ഇതിനായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 236 പലസ്തീനികളാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ ആക്രമണവും ഇസ്രായേലിന്റെ രക്ഷാപ്രവർത്തനവും താൻ അതിജീവിച്ചത് അത്ഭുതമായി തോന്നുന്നുവെന്ന് നോവ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. അതിനിടെ ബന്ദിയാക്കപ്പെട്ട നോവയുടെ പങ്കാളി ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ്. അതേസമയം ഇസ്രായേലിന്റെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ സ്ഫോടക ശേഷിയുള്ള 320-ലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ചെന്ന് ഹിസ്ബുള്ള പറയുന്നു. കഴിഞ്ഞ മാസം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഫൗഡ് ഷുക്കർ കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം. അതേസമയം ഗാസയിലെ ഇസ്രായേലിന്റെ കടന്നാക്രമണത്തിന് കാരണക്കാരായ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മറ്റ് ഇസ്രായേൽ ഹമാസ് നേതാക്കൾക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടറായ കരീം ഖാൻ പറയുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ഹമാസ് നേതാവ് യഹിയ സിൻവറിനുമെതിരെ വാറന്റ് പുറപ്പെടുവിക്കാനും ഖാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹമാസ് നേതാക്കളായ മുഹമ്മദ് ദൈഫ്, ഇസ്മായിൽ ഹാനിയ എന്നിവരും വാറന്റ് പുറപ്പെടുവിക്കേണ്ടവരുടെ പട്ടികയിലുണ്ട്. എന്നാൽ ഇവർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇരയെയും വേട്ടക്കാരനെയും തുല്യരായി കാണുന്ന സമീപനമാണ് പ്രോസിക്യൂട്ടറുടേതെന്ന് ഹമാസ് പ്രതികരിച്ചു. ICC അറസ്റ്റ് വാറന്റ് സമർപ്പിച്ചാലും നേതാക്കളെ ഉടനടി അറസ്റ്റ് ചെയ്യില്ല. എന്നാൽ ഖാന്റെ വാദം കോടതി അംഗീകരിക്കുന്ന പക്ഷം മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വേളയിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അതേസമയം ഗാസയിൽ 2 ദിവസത്തിനിടെ 69 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇതുവരെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,334ആയി.